ഡോക്ടർ മോഹൻ വർഗീസ് നോക്കൂ, ഈ അതിദാരിദ്ര്യം അതിലേക്ക് വിരൽ ചൂണ്ടുന്ന സൂചികകൾ എന്തൊക്കെയാണ് എന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ, ആക്ഷേപങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ പിണറായിക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പോഴും ഞങ്ങൾ അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നാണ് പറയുന്നത്, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്നല്ല. അപ്പോൾ ദാരിദ്ര്യമുള്ളവർ ഇപ്പോഴും കേരളത്തിലുണ്ട് എന്ന് പറഞ്ഞ് പിണറായിക്കും അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും പിടിച്ചു നിൽക്കാം. നോക്കൂ, ഇന്ന് 3 ജില്ലകളിലുള്ള അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകളുടെ പ്രതികരണങ്ങളാണ് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ എടുത്തത്. ഇപ്പോൾ കൊല്ലത്ത് നിന്ന് എടുത്തു, അതുപോലെ കൊച്ചിയിൽ നിന്ന് എടുത്തു, അതുപോലെ പാലക്കാട് നിന്നും എടുത്തു. ഇനി മറ്റ് ജില്ലകളിലൊക്കെ ഞങ്ങൾ പോവും, ഞങ്ങളുടെ റിപ്പോർട്ടർമാർ സഞ്ചരിക്കും, കൂടുതൽ തെളിവുകൾ പുറത്ത് വിടും. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ, ദരിദ്രരുടെ കാര്യത്തിൽ ഇപ്പോൾ അതിൽ കേരളത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ദുർബലമായിട്ടുള്ള വാദങ്ങൾ ഉയർത്താനല്ലേ ഇനി പിണറായി വിജയൻ ശ്രമിക്കുക? ശ്രീ അനിൽ, സാധാരണഗതിയിൽ നമ്മളൊരു ഇൻഡെക്സ് അല്ലെങ്കിൽ ഒരു സൂചിക ഉപയോഗിക്കുന്നത് ഒരു കാര്യം കാറ്റഗോറിക്കായി, ഒരു ഡയറക്ഷൻ പറയാൻ വേണ്ടിയോ കാറ്റഗോറിക്കായി തെളിയിക്കാനോ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഈ രോഗം മ്യൂട്ടാണോ? പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്, താങ്കൾ പറയുന്നത് കേൾക്കാം, വ്യക്തമാണ്. പുറത്തേക്ക് കേൾക്കുന്നില്ല, ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. കേൾക്കാം അല്ലേ? മ്യൂട്ട് അവിടെ കേൾക്കുന്നില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ്. ഞാനതൊന്ന് പരിഹരിക്കാൻ പറയാം, ആ സാങ്കേതിക പരിഹരിക്കാൻ പറയും. യെസ്, പറഞ്ഞോളൂ. ഓക്കെ. അതായത് യഥാർത്ഥത്തിൽ രോഗങ്ങൾ, ഉദാഹരണത്തിന് സ്മോൾ പോക്സ് വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ ഒബ്ജക്റ്റീവായ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഒബ്ജക്റ്റീവായി നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരൊറ്റ വസൂരി രോഗിയും ഇല്ല എന്ന് കണ്ടെത്താനാവും. അതുപോലെ മറ്റ് രോഗങ്ങൾ, സമാനമായ ഒരു കാര്യമല്ല പോവർട്ടി എന്ന് പറയുന്നത്. പോവർട്ടി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റേറ്റീവ് കൺസിഡറേഷനാണ്. കൃത്യമായി ക്വാണ്ടിഫൈ ചെയ്യാൻ, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു പരിഗണനാ വിഷയമാണ് ദാരിദ്ര്യം. ഈ ദാരിദ്ര്യത്തിന് തന്നെ പല ലെവൽസ് ഉണ്ട്. അതീവ ദാരിദ്ര്യം അല്ലെങ്കിൽ അതിദരിദ്രരായ ഒരു വിഭാഗം, അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. അതാണല്ലോ ഒരുപക്ഷെ ഈ സർവ്വഥാ അംഗീകരിക്കപ്പെടുന്നത്. പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് ചില മാനദണ്ഡങ്ങൾ മാത്രം തിരഞ്ഞുപിടിച്ചുകൊണ്ട് ഒരു സന്നദ്ധ സേനയെ ഇറക്കുകയാണ്. അതിൽ ആശാ വർക്കേഴ്സ് ഉണ്ട്, അതുപോലെ ഈ അംഗൻവാടി അധ്യാപകരുണ്ട്, ടീച്ചേഴ്സും ജീവനക്കാരും ഉണ്ട്, അതുപോലെ പലതരത്തിലുള്ള വിഭാഗങ്ങളെ 4 ലക്ഷത്തോളം പേരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫാക്ട് ഫൈൻഡിങ് എക്സസൈസ് ആണ്, എന്യൂമറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ പരമാവധി നടന്നിരിക്കുന്നത് ഒരു ജംബോ എന്യൂമറേഷൻ എക്സസൈസ് കേരളത്തിൽ നടന്നു. അത് 4 വർഷം കൊണ്ട് നടന്നതാണ്. 2021 മുതൽ തുടർന്ന് വന്ന ഒരു വിശാലമായ ഒരു എക്സസൈസ് ആണ്. ഈ എന്യൂമറേഷൻ സാധാരണ നടത്തിയാൽ എന്താണ് ചെയ്യേണ്ടത്? അതിനെ വെരിഫൈ ചെയ്യണം. ഈ ഡേറ്റ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യണം. ഇപ്പൊ ഗവൺമെന്റ് ക്ലെയിം അനുസരിച്ച് അത് വെരിഫൈഡ് ആണ്. അത് വെരിഫൈ ചെയ്തപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് 64,006 പേരാണ് അതിദരിദ്രർ എന്ന ആ ഒരു വിതിൻ കോട്ട്, അതിദരിദ്രർ എന്ന ആ ഒരു നാമധേയം പേർന്ന ഫാമിലീസ്. അപ്പൊ ആ ഫാമിലീസിൽ 1 ലക്ഷത്തിൽ പരം ആളുകൾ, ഇൻഡിവിജ്വൽസ്, അവരെയാണ് ദാരിദ്ര്യമുക്തമാക്കേണ്ടത്. അത് വാലിഡേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് വാലിഡേറ്റ് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരല്ല, ഒരു സർക്കാർ ഏജൻസി നടത്തുന്ന അല്ലെങ്കിൽ സർക്കാരിന്റെ ചുമതലയോടുകൂടി ഒരു നിരീക്ഷണ സംവിധാനം നടത്തുമ്പോൾ അതിനെ വാലിഡേറ്റ് ചെയ്യേണ്ടത് ഗ്ലോബലി റിനൗണ്ട് ഏജൻസീസ് ആണ്. UNDPക്ക് വേണമെങ്കിൽ ചെയ്യാം. അവരുടെ വാലിഡേഷന് വിധേയമായി ഒരു കാര്യം ചെയ്താൽ അത് ആധികാരികമായിരിക്കും. അതുകൊണ്ട് ശ്രീ അനിൽ, എന്റെ കൺവെൻഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്നത് സൂചികകളെയാണ്. ഗവൺമെന്റിന്റെ തന്നെ പ്രഖ്യാപനങ്ങളെയും നിയമസഭയിൽ പറഞ്ഞിരിക്കുന്ന രേഖകളെയും ചില UNDPയുടെ റിപ്പോർട്ട്, അത് മാത്രമല്ല നമ്മുടെ നീതി ആയോഗിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെയാണ്. നോക്കൂ, പിണറായി വിജയൻ 2016 അധികാരത്തിൽ വരുന്ന ആ സമയത്ത് നീതി ആയോഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച്, കണക്കുകൾ അനുസരിച്ച് കേരളത്തിലെ 0.71% ഓഫ് ദി പീപ്പിൾ ബിലോ പോവർട്ടി ലൈൻ, അല്ലെങ്കിൽ ബിലോ പോവർട്ടി ലൈൻ അല്ല, ഈ അതിദരിദ്രരായ വിഭാഗത്തിൽപ്പെടുന്നവരാണ്.
അത് കൃത്യമായി പറഞ്ഞാൽ നീതി ആയോഗിന്റെ സംസ്ഥാനം തന്നെ കൊടുക്കുന്ന രേഖകൾ അനുസരിച്ച് നീതി ആയോഗ് നടത്തുന്ന ഒരു കണ്ടെത്തലാണ്. അത് 2023 റിപ്പോർട്ട് ഞാൻ വായിച്ചു. 2023 ആ നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് 0.55. അപ്പൊ 0.71 നിന്നും 8 വർഷം കൊണ്ട് 0.55 കുറച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞു. അതനുസരിച്ചൊരു ഈ 3.5 കോടി ജനങ്ങളിൽ ഒരു 1.5 ലക്ഷം പേര് ആ കാറ്റഗറിയിലുണ്ട്. എങ്ങനെയാണ് ഗവൺമെന്റ് തന്നെ കൃത്യമായി പറഞ്ഞ 5,90,000 പരം ആളുകൾ ഈ ഈ പറയുന്ന അതിദരിദ്രരുടെ ഗണത്തിൽപ്പെടുന്നു എന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റ് അത് തങ്ങളുടെ ദൗത്യമാണ് അത് പരിഹരിക്കുക എന്ന് പറഞ്ഞ് അത് ഫിൽറ്റർ ചെയ്ത് എങ്ങനെയാണ് ഈ ചെറിയൊരു നമ്പറിലേക്ക് 64,000 കൊണ്ടുവന്നത് എന്ന ഇടത്തു നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഡിസ്ക്രിപ്പൻസി തുടങ്ങുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ കണക്ക് വിശ്വസിക്കുക? അപ്പോൾ പിന്നെ ഈ പറയുന്ന ആരോപണം ഇവിടെ BJP പ്രതിനിധി സൂചിപ്പിച്ച ഇതൊരു ജംബോ PR എക്സർസൈസ് ആണ് എന്ന വാദഗതിക്ക് ഒരു ബലം വരികയാണ്. അതിൻ്റെ ഒരു കാരണം എന്താണ്? ഗവൺമെന്റിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. 2021 ഭരണത്തിൽ കയറി ആദ്യം തന്നെ പ്രഖ്യാപിച്ചൊരു കാര്യമാണ് തങ്ങൾ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ തങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട് വരും. അപ്പം മുൻകൂട്ടി ധാരണയിലെത്തി അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി 2025-26 തെരഞ്ഞെടുപ്പിന് മുൻപ്, ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നടത്തിയ സർവേ ഇങ്ങനെ വരൂ, അല്ലാതെ മറ്റൊരു രീതിയിൽ അത് വരാനാവില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഈ ജാതകം 4 വർഷം മുൻപ് 4.5 വർഷം മുൻപ് കുറിക്കപ്പെട്ട ജാതകം ഇപ്പോൾ അപ്പൊ അത് PR എക്സർസൈസ് ആണ്. ആ കണക്കിൽ PR എക്സർസൈസ്. പക്ഷെ ഒരു കാര്യം കൂടെ PR എക്സർസൈസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി റിജക്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ നമുക്ക് സൂചിപ്പിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു അഭിമാന വിഷയമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഒരു ദാരിദ്ര്യവിമുക്ത സംസ്ഥാനം എന്ന ഒരു ടാഗ് ചാർത്തി കിട്ടുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ അന്തസ്സിന് ചേർന്നതാണ്. നമ്മുടെ ഒരു സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്ന ഒരു ജനത അത് മുന്നോട്ട് വരും. കേരള മാതൃക വികസനം അത് ആര് കൊണ്ടുവന്നു? ഇടതുപക്ഷം കൊണ്ടുവന്നോ UDF കൊണ്ടുവന്നോ എന്നതല്ല, മാറി മാറി വന്ന സർക്കാരുകൾ. തൊഴിലില്ലായ്മ വേതനം കൊണ്ടുവന്നത് ആന്റണി സർക്കാരാണ് 1977. അതിന് മുൻപ് തന്നെ ആർ ശങ്കർ സർക്കാരിന്റെ സമയത്ത് 1960കളുടെ ആർ ശങ്കറിന്റെ സർക്കാരിന്റെ സമയത്താണ് യഥാർത്ഥത്തിൽ ക്ഷേമ പെൻഷനുകൾ കൊണ്ടുവന്നത്. ഇടതുപക്ഷത്തിന് സംഭാവനയായി കുട്ടിഘോഷിക്കുന്നതാണ് ജനകീയ ആസൂത്രണവും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും. ഇതെല്ലാം തന്നെ ഇതെല്ലാം തന്നെ പല സർക്കാരുകൾ BJP അധികാരത്തിൽ വന്നിട്ടില്ല കേരളത്തിൽ. അപ്പം മാറി അതുപോലെ കേന്ദ്ര പദ്ധതികൾ എത്രത്തോളം കേന്ദ്രത്തിന്റെ സഹായം ചേർത്തു. ഗരീബി ഹട്ടാവോ ഇന്ദിരാഗാന്ധിയുടെ പ്രോജക്റ്റ് അല്ലേ, അല്ലെങ്കിൽ ആ മുദ്രാവാക്യം അത് ഇത് വന്നിട്ടില്ലേ. അതുപോലെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമയത്തല്ലേ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ 1965 സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായം വന്നത്. മാറി മാറി വന്ന കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ കയ്യൊപ്പുണ്ട് ഈ പറയുന്ന കേരളത്തിന്റെ അവസ്ഥ മെച്ചപ്പെടുന്നതിന്. ഒരു ദിവസം സ്വിച്ച് ഇട്ടാൽ സംഭവിക്കുന്നത് പോലെ പെട്ടെന്ന് ഒരു ദിവസം ഇതാ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, പൂർണ്ണ ദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് കണക്കുകൾ ബോധിപ്പിച്ചാലും അത് കൃത്യമായി സ്ഥിരീകരിക്കാനാവില്ല. കാരണം ഇതൊരു സബ്ജക്റ്റീവ് ഐഡിയയാണ്. ദ വെരി കോൺസെപ്റ്റ് ഓഫ് എക്സ്ട്രീം പോവർട്ടി ഈസ് എ സബ്ജക്റ്റീവ് കോൺസെപ്റ്റ്, അല്ലാതെ ഒബ്ജക്റ്റീവ് പാരാമീറ്റേഴ്സ് കൊണ്ട് അളക്കാനാവില്ല. അതുകൊണ്ട് ഇത് ക്ലെയിം എന്നതിന് ഉപരിയായി ഇതിനെ കാണാനാവില്ല എന്നതാണ് എൻ്റെ ഹംബിൾ സബ്മിഷൻ.